ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെയുള്ള സമയങ്ങളിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു ജ്യൂസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല മധുരമുള്ള ടൈപ്പ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ക്യൂബ് സൈസിലാക്കിയിട്ടുള്ള 8 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ തേൻ ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു തണ്ട് പുതിനയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ അരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ കൂടെ ലെമണും അതുപോലെ മിൻറ്റും കൂടെ ചേർന്ന് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന്. അപ്പം മിക്കവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ മറക്കാതെ തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്